നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ. ഇന്നത്തെ പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലാലീസ് ഹൈപ്പർ മാർക്കറ്റ്, ലാലീസ് മാൾ, പട്ടിക്കാട് സെന്റർ, തൃശൂർ. അഴീക്കോടൻ രാഘവന്റെ രക്തസാക്ഷി ദിനാചരണ പൊതുയോഗം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. നാഷണൽ സർവീസ് സ്കീം ദിനാചരണം വിയൂർ ജില്ലാ ജയിൽ അങ്കണത്തിൽ മന്ത്രി ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്തു. വടക്കാഞ്ചേരി ബോയ്സ് സ്കൂൾ ഗ്രൗണ്ട് നിർമ്മാണം തടയുന്ന കോൺഗ്രസ് നടപടിക്കെതിരെ ഗ്രൗണ്ട് സംരക്ഷണ സമിതി സംഗമം സംഘടിപ്പിച്ചു. തൃശൂർ പുത്തൻപള്ളി ബസലിക്കയിൽ പരിശുദ്ധ വ്യാകുല മാതാവിന്റെ തിരുനാൾ സെപ്റ്റംബർ 27 നടത്തുമെന്ന് വികാരി ഫ്രാൻസിസ് പള്ളിക്കുന്നത്ത്. വിശദമായ വാർത്തകളിലേക്ക്. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും LDF കൺവീനറുമായിരുന്ന അഴീക്കോടൻ രാഘവൻ കുത്തേറ്റ് മരിച്ചിട്ട് 52 വർഷം. അഴീക്കോടൻ രാഘവന്റെ രക്തസാക്ഷി ദിനത്തോടനുബന്ധിച്ച് തൃശൂരിൽ വിപുലമായ പരിപാടികൾ സംഘടിപ്പിച്ചിരുന്നു. റെഡ് വളണ്ടിയർ മാർച്ചിൽ ആയിരക്കണക്കിന് വളണ്ടിയർമാർ അണിനിരന്നു. ശക്തൻ സ്റ്റാൻഡിൽ നിന്നും വടക്കേ സ്റ്റാൻഡിൽ നിന്നും ആരംഭിച്ച് സ്വരാജ് റൌണ്ട് ചുറ്റി തെക്കേ ഗോപുര നടയിൽ സമാപിച്ചു. കോർപ്പറേഷന് മുന്നിൽ നിന്ന് ആരംഭിച്ച വൻ ബഹുജന റാലി തെക്കേ ഗോപുര നടയിൽ സമാപിച്ചു. പൊതുസമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. അഴീക്കോടന്റെ ഓർമ്മകൾ എക്കാലവും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പ്രചോദനമായിരിക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. മുൻ മന്ത്രിയും ആലത്തൂർ ലോക്സഭാംഗവുമായ K രാധാകൃഷ്ണൻ, PK ബിജു തുടങ്ങിയവരും സംസാരിച്ചു. CPM പാർട്ടി ഓഫീസിൽ ജില്ലാ സെക്രട്ടറി MM വർഗീസ് പതാക ഉയർത്തി. അഴീക്കോടൻ കുത്തേറ്റ് വീണ ചെട്ടിയങ്ങാടിയിലെ പ്രത്യേകം തയ്യാറാക്കിയ സ്മൃതി മണ്ഡപത്തിലും MM വർഗീസിന്റെ നേതൃത്വത്തിൽ പുഷ്പാർച്ചന നടന്നു. അലങ്കോലപ്പെടുത്താനാകുമെന്ന് നോക്കുന്ന ഒരു ശ്രമം ഇവിടെയുണ്ട്. എല്ലാവർക്കും ബോധ്യമുള്ള കാര്യമാണ്. എന്താണ് സംഭവിച്ചത് എന്ന് അന്വേഷിക്കാൻ സർക്കാർ ചുമതലപ്പെടുത്തി. ആ അന്വേഷണ റിപ്പോർട്ട് 24-നുള്ളിൽ ലഭിക്കണം എന്ന് മുഖ്യമന്ത്രി എന്ന നിലയ്ക്ക് ഞാൻ ഉത്തരവിട്ടിട്ടുണ്ട്. ഇപ്പോ ഇന്ന് 23-ആണ്. നാളെയാണ് ഞാൻ തിരുവനന്തപുരത്ത് എത്തുക. അന്വേഷണ റിപ്പോർട്ട് DGPയുടെ കയ്യിൽ എത്തി എന്ന് പത്രവാർത്ത വന്നിട്ടുണ്ട്. ആ റിപ്പോർട്ടിൽ എന്താണെന്ന് എനിക്കിപ്പോൾ അറിയില്ല. നാളെ എത്തിക്കഴിഞ്ഞാൽ അതിൻ്റെതായ മാർഗത്തിൽ എൻ്റെ കയ്യിൽ എത്തുമായിരിക്കും. പക്ഷേ ആ റിപ്പോർട്ടിനതൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ചില വലതുപക്ഷ മാധ്യമങ്ങൾ വലിയ തോതിൽ ഇപ്പോഴേ പ്രചരണം ആരംഭിച്ചിരിക്കുകയാണ്. ഞാൻ ആ റിപ്പോർട്ട് കണ്ടിട്ടില്ല. റിപ്പോർട്ട് ഉള്ളടക്കം എന്താണെന്ന് അറിയില്ല. അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് ഇപ്പോൾ എനിക്ക് പറയാൻ കഴിയില്ല. പക്ഷേ ഇവർക്ക് എവിടുന്നാ കിട്ടിയത്? ഇവരുടെ കയ്യിൽ റിപ്പോർട്ടില്ലല്ലോ. മനസ്സിലാക്കുന്നു, അറിയുന്നു എന്നൊക്കെ പറഞ്ഞ് അവർക്ക് തോന്നിയ കാര്യങ്ങൾ എഴുതി വെക്കുകയാണല്ലോ. അവരെ ആഗ്രഹപ്രകാരമുള്ള കാര്യങ്ങൾ എഴുതി വെക്കുകയാണല്ലോ. ഇവരുടെ ആഗ്രഹപ്രകാരമുള്ള കാര്യങ്ങളാണോ അല്ല മറിച്ചാണോ? അതൊക്കെ റിപ്പോർട്ട് കണ്ടാലല്ലേ പറയാൻ പറ്റൂ. റിപ്പോർട്ട് വരാൻ ഇത്രയും ദിവസം എടുത്തല്ലോ. ഇനിയൊരു 3-4 ദിവസവും കൂടി കാത്തു നിന്നാൽ യഥാർത്ഥ റിപ്പോർട്ട് പുറത്തു വരുമല്ലോ. അപ്പോഴേക്കും ആളുകളുടെ മനസ്സിൽ ഒരു വല്ലാത്ത അന്തരീക്ഷം ഉണ്ടാക്കുക, വല്ലാത്ത വികാരം ഉണ്ടാക്കുക, എന്തോ സംഭവിക്കാൻ പാടില്ലാത്ത കാര്യം ഈ അന്വേഷണത്തിന്റെ ഭാഗമായി സംഭവിച്ചിരിക്കുന്നുവെന്ന പ്രതീതി ഉണ്ടാക്കുക. NSS ദിനാചരണം സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി ഡോക്ടർ ആർ ബിന്ദു നിർവഹിച്ചു. കേരള സംസ്ഥാന നാഷണൽ സർവീസ് സ്കീം ദിനാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനവും ഹയർ സെക്കൻഡറി നാഷണൽ സർവീസ് സ്കീം തൃശൂർ ക്ലസ്റ്റർ തല
ചാരെ പദ്ധതിയുടെ ഉദ്ഘാടനവും മന്ത്രി ഡോക്ടർ ആർ ബിന്ദു നിർവഹിച്ചു. വിയൂർ ജില്ലാ ജയിൽ അങ്കണത്തിൽ ജയിൽ സൂപ്രണ്ട് RP രതീഷിൽ നിന്ന് 5000 രൂപയുടെ പുസ്തകങ്ങൾ ഏറ്റുവാങ്ങി. NSS വിദ്യാർത്ഥികൾ നോട്ട്ബുക്ക് ചലഞ്ചിലൂടെ സമാഹരിച്ച തുകയിൽ നിന്നാണ് പുസ്തകങ്ങളും അലമാരയും ആദ്യഘട്ടമായി ജില്ലാ ജയിലിലേക്ക് നൽകിയത്. വായനാശീലം ജയിലിൽ മുന്നോട്ട് കൊണ്ടുപോകാനും അന്തേവാസികൾക്ക് അറിവുണ്ടാക്കാനും വഴിയൊരുക്കുന്നത് വളരെ നല്ല പ്രവർത്തനമെന്ന് മന്ത്രി പറഞ്ഞു. ഓരോ വ്യക്തികളും ഓരോ പാഠപുസ്തകങ്ങളാണെന്നും അവരെ അടുത്തറിയാനും ആഴ്ന്നിറങ്ങി പ്രവർത്തിക്കാനും വിദ്യാർത്ഥികൾക്ക് പ്രവർത്തനങ്ങളിലൂടെ സാധിക്കുമെന്ന്, സമൂഹത്തിൽ സാമ്പത്തികമായും മാനസികമായും പിന്നോക്കം നിൽക്കുന്നവരെ സഹായിക്കാനും NSS ഒപ്പമുണ്ടെന്നും മന്ത്രി അറിയിച്ചു. NSSന്റെ വിവിധ പ്രവർത്തനങ്ങളെ മന്ത്രി അഭിനന്ദിച്ചു. സാമൂഹ്യനീതി വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഡിമെൻഷ്യ സെന്ററിലേക്കും സർക്കാർ നിയന്ത്രണത്തിലുള്ള വിവിധ സെന്ററുകളിലേക്കും പൊതുസ്ഥലങ്ങളിലേക്കും ആവശ്യമായ സഹായ സഹകരണങ്ങൾ നൽകാൻ പദ്ധതിയുണ്ട്. ഡിമെൻഷ്യ ബാധിതർ ഉൾപ്പെടെയുള്ള വിഭാഗങ്ങളിൽ പെടുന്നവരെ പരിചരിക്കുന്നതിനും പരിഗണന നൽകുന്നതിനും വിദ്യാർത്ഥികളെ പ്രാപ്തരാക്കാനും ലക്ഷ്യമിടുന്നു. തൃശൂർ ജില്ലാ ജയിലിൽ നടന്ന പരിപാടിയിൽ NSS ജില്ലാ കൺവീനർ MV പ്രദേശ് അധ്യക്ഷത വഹിച്ചു. ജയിൽ സൂപ്രണ്ട് RP രതീഷ്, ജില്ലാ ജയിൽ വെൽഫെയർ ഓഫീസർ TP സൂര്യ, NSS ക്ലസ്റ്റർ കൺവീനർമാരായ സുഭാഷ് മാത്യു, ER രേഖ, വിവിധ NSS പ്രോഗ്രാം ഓഫീസർമാർ, വിദ്യാർത്ഥികൾ, ജയിൽ അന്തേവാസികൾ തുടങ്ങിയവർ പങ്കെടുത്തു. വടക്കാഞ്ചേരി GBHSS ഗ്രൗണ്ട് വെള്ളക്കെട്ട് ഒഴിവാക്കി 12 മാസവും കായിക പ്രവർത്തനങ്ങൾക്ക് ഉപയുക്തമാക്കുക എന്ന ലക്ഷ്യം വെച്ചുള്ള നിർമ്മാണ പ്രവർത്തനം തടയുന്ന കോൺഗ്രസിന്റെ നടപടിക്കെതിരെ ഗ്രൗണ്ട് സംരക്ഷണ സംഗമം സംഘടിപ്പിച്ചു. ഒരു പഞ്ചായത്തിൽ ഒരു കളിക്കളം എന്ന LDF സർക്കാരിന്റെ പദ്ധതിയിൽപ്പെടുത്തി കായിക വകുപ്പിന്റെ ഫണ്ടും സേവർ ചിറ്റിലപ്പള്ളി MLAയുടെ ആസ്തി വികസന ഫണ്ടും സംയോജിപ്പിച്ച് വടക്കാഞ്ചേരി ബോയ്സ് ഹൈസ്കൂൾ ഗ്രൗണ്ട് നവീകരണ പ്രവൃത്തി ആരംഭിച്ച സാഹചര്യത്തിൽ തെറ്റിദ്ധാരണാജനകമായ പ്രചരണം നടത്തുകയും പ്രവൃത്തി തടസ്സപ്പെടുത്തുകയും ചെയ്യുന്ന കോൺഗ്രസിന്റെ നടപടികൾക്കെതിരായി ഗ്രൗണ്ട് സംരക്ഷണ സംഗമം സംഘടിപ്പിച്ചു. വിദ്യാർത്ഥികൾ, യുവജനങ്ങൾ, ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് ഭാരവാഹികൾ, കായിക പ്രവർത്തകർ, ഗ്രന്ഥശാല പ്രവർത്തകർ, വ്യാപാരി സുഹൃത്തുക്കൾ, കലാസാംസ്കാരിക പ്രവർത്തകർ, മാധ്യമ പ്രവർത്തകർ, ജനപ്രതിനിധികൾ, പൊതുപ്രവർത്തകർ തുടങ്ങി നാനാ വിഭാഗത്തിൽപ്പെട്ട ബഹുജനങ്ങൾ പരിപാടിയിൽ പങ്കാളികളായി. നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. DYFI വടക്കാഞ്ചേരി ബ്ലോക്ക് ട്രഷററും നഗരസഭാ കൌൺസിലറുമായ AD അജി അധ്യക്ഷത വഹിച്ചു. ഗ്രൗണ്ട് നവീകരണ പ്രവർത്തനം തടയുന്ന കോൺഗ്രസ് പാർട്ടി സ്വീകരിച്ച നിലപാട് തിരുത്തുക, നാടിന്റെ പൊതുവികസന പ്രവർത്തനങ്ങൾ രാഷ്ട്രീയ വൈരം കലർത്താതിരിക്കുക, വെള്ളക്കെട്ട് ഒഴിവാക്കി 12 മാസവും കായിക പ്രവർത്തനങ്ങൾക്ക് ഉപയുക്തമാക്കുക എന്നീ മുദ്രാവാക്യങ്ങൾ മുൻനിർത്തിയാണ് ഗ്രൗണ്ട് സംരക്ഷണ സംഗമത്തിലൂടെ ഉന്നയിച്ചത്. വടക്കാഞ്ചേരി ബോയ്സ് ഹൈസ്കൂൾ പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ പ്രസിഡന്റ് AK സതീഷ് കുമാർ, ഉത്രാളിക്കാവ് പൂരം ചീഫ് കോർഡിനേഷൻ കമ്മിറ്റി കൺവീനർ തുളസി കണ്ണൻ, DYFI മുൻ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും CPIM ഏരിയ കമ്മിറ്റി അംഗവുമായ MJ ബിനോയ്, മാധ്യമപ്രവർത്തകൻ അജീഷ് കർക്കിടകത്ത്, വടക്കാഞ്ചേരി ബോയ്സ് സ്കൂൾ MPTA പ്രസിഡന്റ് സജനി എന്നിവർ പങ്കെടുത്തു. പിന്തുണയോടുകൂടി തന്നെ വടക്കാഞ്ചേരി ഗ്രൗണ്ടിന്റെ വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശ്രീ സേവ്യർ ചെല്ലപ്പള്ളിയും അതോടൊപ്പം തന്നെ കായിക വകുപ്പിന്റെയും 1 കോടി രൂപയുടെ നിർമ്മാണ പ്രവർത്തനം വളരെ കൃത്യമായ രീതിയിൽ തന്നെ നിങ്ങൾ അന്വേഷിച്ചോ. ഇപ്പോൾ വിവരാവകാശത്തിന് നിയമമുണ്ടല്ലോ. വിവരാവകാശം എന്ന പേരുള്ള ചില ആൾക്കാരുണ്ട്, സ്ഥിരമായിട്ടുള്ള വിവരാവകാശം കൊടുക്കുക. ഇന്നലെ നഗരസഭാ യോഗത്തിനകത്ത് 31 അജണ്ടകൾ ഉണ്ടായിരുന്നു. 31 അജണ്ടയ്ക്കും ഡിസെന്റ് എഴുതിക്കൊള്ളാൻ ഞാൻ പറഞ്ഞു, വിയോജനം എഴുതുക. അപ്പൊ 7 എണ്ണത്തിന് വിയോജനം. വടക്കാഞ്ചേരി നഗരസഭയുടെ വാഹനം കേടുവന്നാന്ന് ഏരിയാക്കാൻ പാടില്ല, അത് അഴിമതിയാണ്. മണ്ണ് ലേലം ചെയ്യാൻ പാടില്ല, അത് അഴിമതിയാണ്. ഈ നിലയ്ക്കുള്ള നിലപാടുകൾ ഇവർ ഒരുപാട് കാലം അല്ലെ പഞ്ചായത്തും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളൊക്കെ തന്നെ ഭരിച്ച ആൾക്കാരല്ലേ, ഭരിച്ച ആൾക്കാരാണല്ലോ. ഒരുപാട് പരിതപ്രജ്ഞരായിട്ടുള്ള ആൾക്കാരുണ്ട് അല്ലെ UDFന്റെ മേഖലയ്ക്കകത്ത്. അവരൊക്കെ കേരള കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് ഫ്രണ്ട് ജില്ലാ കമ്മിറ്റി സെപ്റ്റംബർ 25 രാവിലെ 10:30 സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാർ ഓഫീസിന് മുൻപിൽ മാർച്ചും ധർണയും നടത്തുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. KPCC വൈസ് പ്രസിഡന്റ് VT ബൽറാം ഉദ്ഘാടനം ചെയ്യുന്ന ധർണയിൽ ജില്ലാ പ്രസിഡന്റ് AK സതീഷ് കുമാർ അധ്യക്ഷത വഹിക്കും. സംസ്ഥാന സെക്രട്ടറി ED ബാബു മുഖ്യപ്രഭാഷണം നടത്തും. CO ജേക്കബ്, MK അബ്ദുൾ സലാം, P പ്രസാദ്, ജില്ലാ താലൂക്ക് നേതാക്കൾ എന്നിവർ പങ്കെടുത്ത് സംസാരിക്കും. വാർത്താ സമ്മേളനത്തിൽ ജില്ലാ പ്രസിഡന്റ് AK സതീഷ് കുമാർ, സെക്രട്ടറി PR പ്രമോദ് എന്നിവർ പങ്കെടുത്തു. കേരളത്തിൽ ആം ആദ്മി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ മത്സരിക്കുന്നതിന്റെ ഭാഗമായി വിഷൻ 2025ന്റെ ജനക്ഷേമ മുന്നേറ്റ സമ്മേളനം നടത്തി. തൃശൂരിൽ നടന്ന റാലി റീജിയണൽ തിയേറ്ററിൽ സമാപിച്ചു. പ്രവർത്തക യോഗം കേരളത്തിന്റെ ചുമതലയുള്ള ശ്രീ പങ്കജ് ഗുപ്ത ഉദ്ഘാടനം ചെയ്തു.
വയനാട് ഉരുൾപൊട്ടലിൽ മരിച്ചവർക്കുള്ള ആദര സൂചകമായി മൗന പ്രാർത്ഥനയോടെ ആരംഭിച്ച യോഗം അരുൺ AR സ്വാഗതം ആശംസിച്ചു. ആം ആദ്മി പാർട്ടി പ്രസിഡന്റ് വിനോദ് മാത്യു വിൽസൺ അധ്യക്ഷത വഹിച്ചു. ആം ആദ്മി പാർട്ടി സന്നദ്ധ സേവാ സേന ബ്രിഗേഡിന്റെ ഉദ്ഘാടനവും നിർവഹിച്ചു. CR നീലകണ്ഠൻ, ഡോക്ടർ സെലിൻ ഫിലിപ്പ്, നവീൻ G നാദാമണി തുടങ്ങിയവർ ആശംസാ പ്രസംഗം നടത്തി. കേരളത്തിലെ പഞ്ചായത്ത് അംഗം ബീന കുര്യനെ പൊന്നാടി അണിയിച്ച് ആദരിച്ചു. റാഫേൽ ടോണി നന്ദി അറിയിച്ചു. തൃശൂർ പുത്തൻപള്ളി ബസലിക്കയിൽ പരിശുദ്ധ വ്യാകുലമാതാവിന്റെ ജീവകാരുണ്യ തിരുനാൾ സെപ്റ്റംബർ 27 വെള്ളി ദിവസങ്ങളിൽ. തൃശൂർ പുത്തൻപള്ളി പരിശുദ്ധ വ്യാകുലമാതാവിൻ ബസലിക്ക തീർത്ഥകേന്ദ്രത്തിൽ ഈ വർഷം സെപ്റ്റംബർ 27 വെള്ളി ജീവകാരുണ്യ തിരുനാളായി ആചരിക്കുന്നു. ജാതി മതഭേദമന്യേ തിരുനാളിൽ പങ്കുചേർന്ന് അനുഗ്രഹം പ്രാപിക്കാൻ ഏവരെയും വികാരി സ്വാഗതം ആശംസിച്ചു. തിരുനാൾ ദിനമായ സെപ്റ്റംബർ 27 രാവിലെ തുടർച്ചയായി വിശുദ്ധ കുർബാനയും തിരുക്കർമ്മങ്ങളും ഉണ്ടാകും. തിരുനാളിൽ എത്തിച്ചേരുന്ന എല്ലാ വിശ്വാസികൾക്കും സൗജന്യ നേർച്ച അരി വിതരണം ഉണ്ടായിരിക്കും. പരിശുദ്ധ വ്യാകുലമാതാവിന്റെ തിരുനാൾ ഊട്ട് നേർച്ചയായാണ് മുൻ വർഷങ്ങളിൽ ആചരിച്ചിരുന്നത്. എന്നാൽ ഈ വർഷം തിരുനാളിന് ഒരുക്കമായി നടത്തുന്ന 9 വെള്ളിയാഴ്ചകളിലെ നവനാൾ ആരംഭിച്ച ആഴ്ചയിൽ വയനാട്ടിൽ സംഭവിച്ച ദാരുണമായ പ്രകൃതി ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ഊട്ട് നേർച്ച ഭക്ഷണം ഒഴിവാക്കി ജീവകാരുണ്യ തിരുനാളായി ആചരിക്കാൻ ഇടവക യോഗം തീരുമാനിക്കുകയായിരുന്നു. നേർച്ച ഭക്ഷണത്തിനായി ലഭിക്കുന്ന മുഴുവൻ സംഭാവനയും പ്രകൃതി ദുരന്തത്തെ അതിജീവിച്ച് ആകുലരായിരിക്കുന്ന സഹോദരങ്ങളുടെ പുനരധിവാസത്തിന് നൽകും. വേദനകളെ സ്വന്തം വ്യാകുലങ്ങളായി കണ്ട് കൂടെ നിന്ന പരിശുദ്ധ കന്യകാമറിയത്തിനോടുള്ള ഉചിതമായ വണക്കമാണ് ഇതെന്നും അവരറിയിച്ചു. മുൻ വർഷങ്ങളിൽ ഊട്ടുനേർച്ചയോടൊപ്പം സൗജന്യ ഭക്ഷണം നൽകാറുള്ള അനാഥാലയങ്ങൾക്ക് ഈ വർഷം സൗജന്യ നേർച്ച അരി നൽകും. നിർമ്മാണ സഹായങ്ങൾക്കും വിവാഹ ഭവന ചികിത്സാ സഹായത്തിനും 10% നൽകി വരുന്നു. തിരുക്കർമ്മങ്ങളിൽ പങ്കെടുക്കാൻ വരുന്നവർക്ക് ബൈബിൾ ടവർ സ്ക്വയർ, തിരുഹൃദയ ലത്തീൻപള്ളി, കാൽഡിയൻ ഗ്രൗണ്ട് സെന്റർ എന്നിവിടങ്ങളിൽ പാർക്കിംഗ് സൗകര്യം ഉണ്ടായിരിക്കും. ഫാദർ ഫ്രാൻസിസ് പള്ളിക്കുന്നത്ത്, ജേക്കബ് അഞ്ചേരി, ജോർജ് പുലിക്കോട്ടിൽ, പോൾ പെല്ലിശ്ശേരി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ഇനിയൊരു ഇടവേള. സേവന രംഗത്ത് 25 കൊല്ലമായി മണ്ണുത്തിയിൽ പ്രവർത്തിക്കുന്ന തട്ടിൽ ഫിനാൻസ് എന്ന സ്ഥാപനം 25ാം വയസ്സ് ആഘോഷിക്കുന്ന വേളയിൽ കാളത്തോട് സ്വന്തം ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 1 ഗ്രാം സ്വർണത്തിന് കൂടുതൽ പണം, പലിശ നിന്ന ദിവസത്തേക്ക് മാത്രം, 5 മിനിറ്റിനുള്ളിൽ ലോൺ, 25 വർഷത്തെ പാരമ്പര്യം. നിങ്ങൾ തരുന്ന സ്വർണത്തിന് കൂടുതൽ പണം. തട്ടിൽ ഫിനാൻസ്, തട്ടിൽ ആർക്കേഡ്, കാളത്തോട്. ഹെഡ് ഓഫീസ് തട്ടിൽ ഫിനാൻസ്, കൽപ്പക കോംപ്ലക്സ്, മണ്ണുത്തി. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ്, ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG. ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. ISO സർട്ടിഫൈഡ് ലബോറട്ടറി. മെഡിപ്ലസ് ഓർത്തോ, ENT ആൻഡ് ചെസ്റ്റ് ക്ലിനിക്, മണ്ണുത്തി. അസ്ഥി, വാദം സംബന്ധ എല്ലാ രോഗങ്ങൾക്കും ഓർത്തോപീഡിക് സർജൻ ഡോക്ടർ അമലു ജോയ് ചൊവ്വ വ്യാഴം ദിവസങ്ങളിൽ 5:30 മുതൽ സേവനമനുഷ്ഠിക്കുന്നു. ENT സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ അരുൺ ചെവി, മൂക്ക്, തൊണ്ട സംബന്ധമായ രോഗങ്ങൾക്ക് ബുധൻ, വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 5:30 മുതൽ രോഗികളെ പരിശോധിക്കുന്നു. വിട്ടുമാറാത്ത ചുമ, കഫക്കെട്ട്, ആസ്മ, അലർജി എന്നീ ശ്വാസകോശ രോഗങ്ങൾക്ക് പൾമനോളജി സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ ജഗദീഷ് രാജ് ചൊവ്വ, ശനി ദിവസങ്ങളിൽ രാവിലെ 9 മണി മുതൽ സേവനമനുഷ്ഠിക്കുന്നു. ബുക്കിംഗിനായി കോൺടാക്ട് മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ്, ഡിജിറ്റൽ എക്സ്റേ, ലബോറട്ടറി ആൻഡ് ECG, സുവർണ ബസാർ, മാർക്കറ്റ് റോഡ്, മണ്ണുത്തി. ഫോൺ 0487-237-2374, മൊബൈൽ 790227-2374. ഉറങ്ങണില്ല, ഏതു നേരം ഈ പാവം പിടിച്ചോണ്ടിരിപ്പാ. കുട്ടി പറയൂ, എന്താണ് യഥാർത്ഥ പ്രശ്നം? ഒന്നുമില്ല. യു ഹാവ് എനി സോർട്ട് ഓഫ് ഡിപ്രഷൻ? പ്രണയ നൈരാശ്യം? മൂട്ടയൊന്നുമില്ല, പക്ഷെ കിടക്കാം. ഇത് ഏത് മെഡിസിൻ? മെഡിസിൻ അല്ല, റോയൽ ബെഡ് ഹൗസ്. റോയൽ ബെഡ് ഹൗസ്, ഷൊർണൂർ റോഡ്, തൃശൂർ. സജയ് ഫാബ്രിക്സ്, മൂർക്കനിക്കര. വസ്ത്രലോകം നിങ്ങളുടെ മനസ്സിനൊപ്പം.
നിങ്ങളുടെ പരിപൂർണ സംതൃപ്തിക്കായി എല്ലാത്തരം വസ്ത്രങ്ങളുടെയും കൂടുതൽ കളക്ഷൻ. പുത്തൻ ട്രെൻഡുകളുമായി ഓണക്കാലം വരവേൽക്കാൻ സജി ഫാബ്രിക്സ് ഒരുങ്ങിക്കഴിഞ്ഞു. കുട്ടികൾക്കും സ്ത്രീകൾക്കും പ്രത്യേക വിഭാഗങ്ങൾ. ബോയ്സിനായി മെൻസ് ക്ലബ്. സജി ഫാബ്രിക്സ്, മൂർക്കനിക്കര. ദ കംപ്ലീറ്റ് ഡ്രസ് വേൾഡ്. ഫോൺ 7306743585. വാർത്തകൾ തുടരുന്നു. എരവിമംഗലം സെന്റ് മേരീസ് ദേവാലയത്തിന്റെ സുവർണ ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി ലാ ഫെമിന എന്ന പേരിൽ വനിതാ സംഗമം സംഘടിപ്പിച്ചു. പള്ളി ഹാളിൽ നടന്ന പരിപാടി പ്രശസ്ത പിന്നണി ഗായിക ജോയ് സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. പള്ളി വികാരി ഫാദർ ജോൺസൺ ചിറ്റിലപ്പള്ളി അധ്യക്ഷനായി. സിസ്റ്റർ മേഴ്സി ഫ്രാൻസിസ്, ബ്രദർ പ്രിൻസ് ചിറ്റിലപ്പള്ളി, കൈക്കാരൻ KL ബിജു, ജനറൽ കൺവീനർ KT ബാബു, ലാ ഫെമിന കൺവീനർ ഷിജി ലോയ്, വിൻസി ജോയ്, പ്രീജ പ്രിൻസ് എന്നിവർ സംസാരിച്ചു. സ്ത്രീകളുടെ ആരോഗ്യവും പ്രതിവിധികളും എന്ന വിഷയത്തിൽ ആരോഗ്യ വിദഗ്ധ ഡോക്ടർ VS ശോഭന ക്ലാസ് എടുത്തു. വാണിയമ്പാറയിൽ നിന്നും മണിയൻ കിണറിലേക്ക് പോകുന്ന വഴിയിൽ വൈദ്യുതി വേലിക്ക് സമീപത്തായി കാട്ടാനയെ ചെരിഞ്ഞ നിലയിൽ കണ്ടെത്തി. മണിയൻ കിണർ മേഖലയിൽ ഏകദേശം 84 ആദിവാസി കുടുംബങ്ങളും മറ്റു വിഭാഗത്തിൽപ്പെടുന്ന 50-ലധികം വീട്ടുകാരും താമസിക്കുന്ന ഒരു പ്രദേശമാണ്. കുറച്ചുകാലമായി ഈ പ്രദേശത്ത് കാട്ടാന ശല്യം രൂക്ഷമായിരുന്നു. ഇതിനെതിരെ ജനങ്ങൾ നിരന്തര പരാതി ഉന്നയിച്ചിരുന്നു. ഇതിനിടയിലാണ് മണിയൻ കിണർ പ്രധാന റോഡിനോട് ചേർന്ന വൈദ്യുതി വേലിക്ക് സമീപത്തായി ചൊവ്വാഴ്ച പുലർച്ചെ കാട്ടാനയെ ചെരിഞ്ഞ നിലയിൽ കണ്ടെത്തിയത്. വൈദ്യുതി വേലിയിൽ നിന്നും ഷോക്കേറ്റതാകാം മരണകാരണമെന്നാണ് പ്രാഥമിക നിഗമനം. തൃശൂർ, പാലക്കാട് ജില്ലകളുടെ അതിർത്തി പ്രദേശം കൂടിയാണ് മണിയൻ കിണർ. വിവരമറിഞ്ഞ് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. നിരന്തരമായിട്ട് ഇറങ്ങി വരുന്നുണ്ട്. കുട്ടികൾക്കൊക്കെ ഇതിലെ ഒറ്റയ്ക്ക് പോകാൻ പേടിയാണ്. ആനയെന്ന് പറഞ്ഞാൽ ആനേനെ പേടി തന്നെയല്ലേ എല്ലാവർക്കും. അതല്ല, ഈ സമീപകാലത്തായിട്ട് കൂടുതലായി വരുന്നു എന്നൊരു പരാതി പലരും പറഞ്ഞിരുന്നു. അത് ഉള്ളത് തന്നെയാണ്. അതെ, ഏകദേശം ആനകൾ കൂട്ടമായിട്ടാണോ അതോ എങ്ങനെയാണ് ഇതിൽ? കൂട്ടമായിട്ടും വരുന്നുണ്ട്, ഒറ്റയ്ക്കും വരുന്നുണ്ട്. 2 എണ്ണം, 4 എണ്ണം, 3 എണ്ണം അങ്ങനെയൊക്കെയാണ്. ഈ കാട്ടിലൊക്കെ എപ്പോഴും ആനയുണ്ട്. ഈ ഫോറസ്റ്റ് അല്ല, ഈ തോട്ടത്തിലുള്ള അറ്റത്ത്. അതായത് ഫോറസ്റ്റ് അല്ലാണ്ട് ഈ തോട്ടത്തിനോടും ഉള്ളിലും ആനകൾ കയറി നടക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. പിന്നെ അങ്ങനെ റബ്ബർ വെട്ടുകാരൊക്കെ എങ്ങനെയാ വെട്ടിപ്പോണെന്ന് അറിയില്ല. പിന്നെ ഞങ്ങളുടെ വീട്ടിൽ പരിസരം തിരി ചുറ്റും വരുന്നുണ്ട്. വീടുകളിലെ മുറ്റത്തൊക്കെ വന്ന് മുറ്റത്ത് കൂടെയൊക്കെ വന്ന് ഞങ്ങൾ ഓടിച്ചിട്ടൊന്നും ആനയൊന്നും പോകണമൊന്നുമില്ല. ഭയങ്കര ശല്യമാണ്. വീട്ടുകളിലും കുട്ടികളിലും കിട്ടി കിടക്കുമ്പോഴൊക്കെ ഭയങ്കര ശല്യം ആനയുണ്ട്. ഇത് മിനിഞ്ഞാന്നും കൂടി ഞങ്ങൾ ഓടിച്ചു വിട്ടതാണ് രാത്രി 1 മണിക്ക്. ഞങ്ങൾ വീടിൻ്റെ അടുത്തൊക്കെ പറയുന്നുണ്ട്, കറണ്ടാത്ത കാര്യം നിങ്ങൾ വേറെ ഒന്നും ചെയ്യണ്ട, നിങ്ങൾ ഓടിച്ചു വിടുന്നൊക്കെ സാർമാർ പറയുന്നത്. ചെയ്യാനും പറ്റില്ല, വള്ളിയും കോലും വെട്ടാനും പറ്റില്ല. പ്രധാനമായിട്ട് കാട്ടിൽ കയറി നിങ്ങളുടെ വരുമാന മാർഗം എന്തൊക്കെയാണ് നിങ്ങൾ ചെയ്യാറ്? ഞങ്ങൾ കോല്, പ്ലാസ്റ്റിക് കോല്, പിന്നെ നമുക്ക് പറ്റാവുന്ന മരുന്ന് സാധനമൊക്കെ ഞങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ കയറി കൊണ്ടുവച്ച് കാശാക്കിയിട്ട് ജീവിക്കുന്നു. പിന്നെ ഒരു അത്യാവശ്യം വല്ല ഓരോ പണിക്കും പിടിക്കും. അങ്ങനെയൊക്കെ എന്നെ ഇവിടെ ജീവിച്ചു പോകുന്നത്. പീച്ചി പട്ടികജാതി പട്ടികവർഗ റിസർവോയർ ഫിഷറീസ് സഹകരണ സംഘത്തിന്റെ തിരഞ്ഞെടുപ്പിന് ഉത്തരവായി. വിജ്ഞാപന പ്രകാരം ഫിഷറീസ് ഡെവലപ്മെന്റ് ഓഫീസറായ സുരേഷ് കുമാർ അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചു. നാമനിർദ്ദേശ പത്രിക സമർപ്പണം സ്വീകരിക്കുകയും 13 പത്രികകൾ ലഭിക്കുകയും ചെയ്തു. സൂക്ഷ്മ പരിശോധന നടത്തേണ്ട ദിവസം പരാതി ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ലിസ്റ്റിൽപ്പെട്ട 5-ാം നമ്പറുകാരനായ ഹരികുമാർ PK തെറ്റുണ്ട് ഈ വിലാസത്തിൽ എന്നതായിരുന്നു പരാതി. ഹരികുമാർ PKയുടെ അംഗത്വ രജിസ്റ്ററിലെ വിലാസവും നിലവിലെ വിലാസവും മാറ്റമുണ്ട് എന്ന് ബോധ്യപ്പെടുത്തി അത് തിരിച്ചു നൽകി. ഇത്തരം പരാതികൾ പത്രികകൾ തള്ളുന്നതിനുള്ള ന്യായമായ കാരണമല്ല എന്നുള്ളതിനാൽ ലഭിച്ച 13 പത്രികകളും സാധുവായി അംഗീകരിച്ചു. സെപ്റ്റംബർ 24-ന് പത്രിക പിൻവലിക്കുന്നതിനുള്ള ദിവസമായിരുന്നു. ഭരണസമിതിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടേണ്ട അംഗങ്ങൾ 7 ആയതിനാൽ പിൻവലിക്കുന്ന ദിവസമായ ഇന്ന് പത്രികകൾ പിൻവലിക്കാനുള്ള സമയത്തിനു ശേഷവും 7-ൽ കൂടുതൽ പത്രികകൾ സാധുവായി വന്നാൽ തിരഞ്ഞെടുപ്പ് വോട്ടെടുപ്പ് പ്രക്രിയയിലേക്ക് പോകും. അല്ലാത്ത പക്ഷം അംഗങ്ങൾ അന്നേ ദിവസം തിരഞ്ഞെടുക്കപ്പെട്ടതായി പ്രഖ്യാപിക്കുമെന്നും റിട്ടേണിംഗ് ഓഫീസർ അറിയിച്ചു. പട്ടികജാതി പട്ടികവർഗ റിസർവോയർ ഫിഷറീസ് സഹകരണ സംഘം ക്ലിപ്തം നമ്പർ FR 748. ഈ സംഘത്തിൻ്റെ 2024-25 വർഷത്തെ ഭരണസമിതി തെരഞ്ഞെടുപ്പിനുള്ള റിട്ടേണിംഗ് ഓഫീസറായിട്ട് നിയമിക്കപ്പെട്ടിരിക്കുന്ന ആളാണ് ഞാൻ. ഫിഷറീസ് സീനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ ചാവക്കാട് എന്ന തസ്തികയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഇന്ന് നമ്മൾ പത്രികകൾ
പിൻവലിക്കുന്നതിനുള്ള ദിവസമാണ്. നമ്മൾ 20-ാം തീയതി നമ്മൾ നോമിനേഷൻ സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു. ആ നോമിനേഷനുകളിൽ 13 കിട്ടി. ആ 13 പത്രികകളിൽ ഇന്നലെ സൂക്ഷ്മ പരിശോധനയായിരുന്നു. അപ്പോൾ ഇന്നലെ ഒരു പരാതി കിട്ടിയിട്ടുണ്ടായിരുന്നു. ഒരു പത്രികയിൽ ചെറിയ അഡ്രസ്സിൻ്റെ ദശകുണ്ടെന്ന് പറഞ്ഞിട്ടായിരുന്നു. പക്ഷെ അത് നമുക്ക് പത്രിക തള്ളാനുള്ളൊരു കാരണമല്ലാത്തതുകൊണ്ട് അത് തള്ളിയിട്ടില്ല. അപ്പോൾ ഈ 13 പത്രികകളും നമ്മളിപ്പോൾ ഇന്ന് വാലിഡായിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് നമുക്ക് ഏതെങ്കിലും അപേക്ഷകൾ പിൻവലിക്കപ്പെടുകയാണെങ്കിൽ നമ്മളത് വെച്ചിട്ട് പ്രസിദ്ധീകരിക്കും. 7-ൽ കൂടുതലുണ്ടെങ്കിൽ ഭരണസമിതി ഇലക്ഷനും. അതാണ് സംഭവിക്കുന്നത്. കോടിക്കണക്കിന് തൊഴിലാളികളുള്ള ESI EPF പദ്ധതിയിൽ അംഗമായി തുടരുന്നതിനുള്ള ശമ്പള പരിധി 42,000 രൂപയാക്കി വർദ്ധിപ്പിക്കണമെന്ന് BMS തൃശൂർ ജില്ലാ പ്രസിഡന്റ് KV വിനോദ് സർക്കാരിനോട് ആവശ്യപ്പെട്ടു. നിലവിലെ സാഹചര്യത്തിൽ 21,000 രൂപയ്ക്ക് മുകളിൽ ശമ്പളം വാങ്ങുന്ന തൊഴിലാളികൾക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും ESI പരിരക്ഷ ലഭിക്കാത്തതിനാൽ ചികിത്സയ്ക്കായി ഭീമമായ തുക കണ്ടെത്തേണ്ടി വരുന്നു. ESI ഹോസ്പിറ്റലുകളുടെ അടിസ്ഥാന സൗകര്യം വർദ്ധിപ്പിക്കണമെന്നും ESI EPF ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ ലഘൂകരിക്കണമെന്നും EPF മിനിമം പെൻഷൻ 5,000 രൂപയാക്കണമെന്നും ആവശ്യപ്പെട്ട് BMS തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചൊവ്വാഴ്ച രാവിലെ മുളകുന്നത്തുകാവ് ESI ഹോസ്പിറ്റലിന് മുൻപിൽ ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. BMS തൃശൂർ ജില്ലാ ട്രഷറർ വിപിൻ മംഗലം അധ്യക്ഷത വഹിച്ചു. തൃശൂർ ജില്ലാ സെക്രട്ടറി സേതു തിരുവെങ്കിടം മുഖ്യപ്രഭാഷണം നടത്തി. BMS സംസ്ഥാന സമിതി അംഗങ്ങളായ AC കൃഷ്ണൻ, KN വിജയൻ, BMS മേഖലാ ഭാരവാഹികളായ PK ഉണ്ണികൃഷ്ണൻ, T സോമസുന്ദരൻ, MC ബാബുരാജ്, PK അറുമുഖൻ, PV വിനോദ്, SV പ്രേംദാസ് എന്നിവർ സംസാരിച്ചു. BMS തൃശൂർ ജില്ലാ ജോയിന്റ് സെക്രട്ടറി KG ബിജു സ്വാഗതവും BMS വടക്കാഞ്ചേരി മേഖലാ പ്രസിഡന്റ് KM റജി നന്ദിയും അറിയിച്ചു. ഏറ്റവും വലിയ 5ാമത്തെ സാമ്പത്തിക ശക്തിയായി ഈ രാജ്യം മുന്നോട്ട് പോകുന്ന സമയത്ത് ഈ രാജ്യത്തിന്റെ വികസനത്തിന്റെ നട്ടെല്ലുകളായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ പാവപ്പെട്ട തൊഴിലാളികളാണ്. ആ പാവപ്പെട്ട തൊഴിലാളികൾക്ക് അവരുടെ ജീവിതത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ദുഃഖമോ ദുരിതമോ ഏതെങ്കിലും തരത്തിലുള്ള ചികിത്സയോ ലഭ്യമാകുന്ന സാഹചര്യത്തിൽ അവരുടെ പരിധി നിശ്ചയിക്കപ്പെടേണ്ട കാര്യം എന്താ ഉള്ളത്? ഈ രാജ്യത്തിന്റെ വികസനത്തിന് അടിത്തറയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന തൊഴിലാളികളെ ശമ്പളത്തിന്റെ പരിധിപ്പെടുത്തിക്കൊണ്ട് ഈ ശമ്പളത്തിന് പുറത്തു പോകുന്ന തൊഴിലാളികളെ പൂർണ്ണമായും ഒഴിവാക്കുന്ന തരത്തിലുള്ള ഈ നിയമ നടപടി പിൻവലിച്ചുകൊണ്ട് അതിന്റെ പരിധി ഉയർത്തി മുഴുവൻ തൊഴിലാളികളെയും റിട്ടയർ ചെയ്താലും മരണം വരെ തൊഴിലാളികളെയും ആശ്രിതരെയും ഇതിൽ ഉൾപ്പെടുത്തണമെന്നുള്ള പ്രധാനപ്പെട്ട ആവശ്യമാണ് ഭാരതീയ മസ്ദൂർ സംഘം ഈ കോർപ്പറേഷന്റെ മുൻപിലും അതുപോലെ തന്നെ ഭാരതം ഭരിച്ചുകൊണ്ടിരിക്കുന്ന സർക്കാരിന്റെ മുൻപിലും വെച്ചിട്ടുള്ളത്. മറ്റൊരിടവേള കൂടി. പരിശുദ്ധ സ്വർണ്ണ വിപണനത്തിന്റെ 26-ൽ പരം വർഷങ്ങൾ സണ്ണീസ് ജ്വല്ലറി കാലത്തിനൊപ്പം മാറുന്ന ഡിസൈനുകളുമായി തീർത്തും പരിശുദ്ധമായ സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങൾ. ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കുവാൻ ഏറ്റവും വലിയ ആഭരണ കളക്ഷൻ. വർഷങ്ങളായി പ്രവർത്തിച്ച് ജനവിശ്വാസം ആർജിച്ച പാരമ്പര്യം. ജനങ്ങളുടെ സൗകര്യാർത്ഥം മണ്ണുത്തിയിൽ തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപവും പോസ്റ്റ് ഓഫീസിന് സമീപവുമായി 2 ഷോറൂമുകൾ. മോഹന വാഗ്ദാനങ്ങളില്ലാത്ത വിശ്വസ്ത സ്ഥാപനം സണ്ണീസ് ജ്വല്ലറി, തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപം മണ്ണുത്തി. അവർ സിസ്റ്റർ കൺസേൺ സണ്ണീസ് ജ്വല്ലറി, പോസ്റ്റ് ഓഫീസിനു സമീപം മണ്ണുത്തി. നിങ്ങൾക്ക് ഡയബറ്റീസ് ഉണ്ടോ? ഡയബറ്റീസ് കണ്ണിന്റെ ഞരമ്പുകളെ ദുർബലപ്പെടുത്തി കാഴ്ച നഷ്ടപ്പെടുവാൻ സാധ്യതയുണ്ട്. കണ്ണിന്റെ ഞരമ്പുകളെ സംരക്ഷിക്കുന്ന നൂതന ചികിത്സയുമായി അമൃത കണ്ണാശുപത്രി മണ്ണുത്തി. കണ്ണോപ്പറേഷൻ ഇനി മണ്ണുത്തിയിൽ. 30 വർഷത്തെ സേവന പാരമ്പര്യവുമായി ഡോക്ടർ ആശ അമൃത കണ്ണാശുപത്രി മണ്ണുത്തി. നൂതന ഫ്രെയിമുകളും കോൺടാക്ട് ലെൻസുകളും ഇവിടെ ലഭ്യമാണ്. കൂടാതെ എല്ലാ ഇൻഷുറൻസ് പരിരക്ഷകളും ചികിത്സകളും ഇവിടെ ലഭിക്കുന്നു. അമൃത കണ്ണാശുപത്രി മണ്ണുത്തി ആൻഡ് വടക്കുംചേരി. ഫോൺ 0487-237-4285. മൊബൈൽ 9061858682. ആതുര ശുശ്രൂഷ രംഗത്ത് കാൽനൂറ്റാണ്ടായി മഹനീയ സേവനം കാഴ്ചവെച്ച് വിലങ്ങന്നൂർ സെന്ററിൽ പ്രവർത്തിക്കുന്ന പനക്കൽ ആയുർവേദ ഫാർമസിയുടെ നവീകരിച്ച ആയുർവേദ ക്ലിനിക് ഇപ്പോൾ തുറന്നു പ്രവർത്തിക്കുന്നു. തിങ്കൾ, വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 3 മുതൽ 6 വരെ ഡോക്ടർ വിനയ ജിബിൻ പനക്കൽ രോഗികളെ പരിശോധിക്കുന്നു. സ്ത്രീകൾക്കായി പ്രത്യേക പരിശോധനാ സംവിധാനം. ഏത് രോഗത്തിനും പ്രതിവിധി. പനക്കൽ ആയുർവേദ ഫാർമസി, വിലങ്ങന്നൂർ. ഫോൺ നമ്പർ 9495225992. പൊന്നിന്നൂലിൽ ചേരും നേരം ഇന്നും കണ്ണിൽ മിന്നും നീ കാലം നമ്മിൽ
SRK Gold and Diamonds, കാളത്തോട്, തൃശൂർ. Making every celebration sparkle. വാർത്തകളിലേക്ക് വീണ്ടും. തിങ്കളാഴ്ച അന്തരിച്ച നടത്തറ സേക്രഡ് ഹാർട്ട് പള്ളി വികാരി ചാക്കോ ചെറുവത്തൂരിന് നടത്തറ ഇടവക ജനങ്ങളും നാട്ടുകാരും വികാരനിർഭരമായ അന്ത്യയാത്ര നൽകി. നടത്തറയ്ക്ക് തൊട്ടുമുൻപ് ഫൊറോന വികാരിയായിരുന്ന പുത്തൂർ പള്ളിയിൽ നിന്നും ആയിരങ്ങൾ നടത്തറ പള്ളിയിലെത്തി അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ നേർന്നു. വൈകിട്ട് 5 മണിക്ക് വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം നടന്ന പൊതുദർശനത്തിനു ശേഷം രാത്രി 8 മണിയോടെ അദ്ദേഹം നടത്തറയോട് വിടവാങ്ങി. ചൊവ്വാഴ്ച രാവിലെ സെന്റ് ജോസഫ് പ്രീസ്റ്റ് ഹോമിൽ പൊതുദർശനത്തിന് വെച്ച ശേഷം രൂപതയിലെ നിരവധി വൈദികരും സന്യാസിനിമാരും പൗരപ്രമുഖരും അന്ത്യാഞ്ജലി അർപ്പിച്ചു. തുടർന്ന് കുടുംബാംഗങ്ങൾക്ക് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ ഏനാമാവിലുള്ള സഹോദരന്റെ വീട്ടിലെത്തിച്ച ഭൗതിക ശരീരത്തിൽ കുടുംബാംഗങ്ങളും ബന്ധുക്കളും സ്നേഹിതരും അന്ത്യാഞ്ജലികൾ അർപ്പിച്ചു. ഏനാമാവ് ഇടവകയിലെ ചെറുവത്തൂർ പരേതരായ റാഫേൽ കുഞ്ഞില ദമ്പതിമാരുടെ മകനാണ് 64-കാരനായ ഫാദർ ചാക്കോ ചെറുവത്തൂർ. വടക്കാഞ്ചേരി, അരണാട്ടുകര, മറ്റം എന്നിവിടങ്ങളിൽ സഹവികാരിയായിരുന്നു. ആളൂർ, ഏങ്ങണ്ടിയൂർ, പൊറത്തൂർ, അഞ്ഞൂർ, ആറ്റംപിള്ളി, കിലാരൂർ, പതിയാരം, മങ്ങാട്ട്, തലക്കോട്ടുകര, ചിറ്റിശ്ശേരി, മണലൂർ, തണ്ടിലം, വരന്തരപ്പിള്ളി, പരക്കാട്, കുണ്ടന്നൂർ, പള്ളിക്കുന്ന്, എറവ്, തൃശൂർ സെന്റ് ആൻസ്, ബ്രഹ്മകുളം എന്നീ ഇടവകളിൽ വികാരിയായും ചേലക്കര, പുത്തൂർ എന്നിവിടങ്ങളിൽ ഫൊറോന വികാരിയായും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. പ്രീസ്റ്റ് വെൽഫെയർ സെക്രട്ടറി, വൈദിക സമിതി അംഗം, പാസ്റ്ററൽ കൌൺസിൽ അംഗം എന്നീ നിലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. സഹോദരങ്ങൾ ജോൺസൺ, വിൽസൺ, ഗീസൺ, ഫിലോ, മേരി, പൗളിൻ, സ്റ്റെല്ല, സിസ്റ്റർ മാഗി എന്നിവരാണ്. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരനേക്കും കാരുണ്യമേഴും വിധിയാൽ മാനവരാജ്യം നേടും മർദ്ദനു ഭാഗ്യം. കഴിഞ്ഞ ദിവസം അന്തരിച്ച നടത്തറ പള്ളി വികാരി ചാക്കോ ചെറുവത്തൂരിന്റെ കണ്ണുകൾ 2 പേരുടെ കണ്ണിലും ജീവിതത്തിലും പ്രകാശം പരത്തും. നടത്തറ തിരുഹൃദയ പള്ളിയിലെ വികാരി ഫാദർ ചാക്കോ ചെറുവത്തൂരിന്റെ ആഗ്രഹപ്രകാരം കണ്ണുകൾ ദാനം ചെയ്തു. ഡീപോൾ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ആശുപത്രിയുടെ നേത്ര ബാങ്കിലേക്ക് നേത്രപടലങ്ങൾ കൈമാറി. അതിരൂപത വൈദിക സമിതി അംഗവും പാസ്റ്ററൽ കൌൺസിൽ അംഗവുമായിരുന്നു ഫാദർ ചാക്കോ ചെറുവത്തൂർ. ചേലക്കര, പുത്തൂർ ഫൊറോനകളുടെ വികാരിയായും തൃശൂർ സെന്റ് ആൻസ്, ആളൂർ, അഞ്ഞൂർ, ആറംപിള്ളി, കിരാലൂർ, മങ്ങാട് തുടങ്ങിയ സ്ഥലങ്ങളിലും സഹവികാരിയായി പ്രവർത്തിച്ചു. ഏനാമാവ് ചെറുവത്തൂർ റാഫേലിന്റെയും കുഞ്ഞിലയുടെയും മകനാണ് ഫാദർ ചാക്കോ ചെറുവത്തൂർ. മണ്ണുത്തി വെട്ടിക്കലിൽ പെട്രോൾ പമ്പിന് മുൻവശം പിക്കപ്പ് വാൻ മറിഞ്ഞ് ഡ്രൈവർക്ക് പരിക്ക്. പാലക്കാട് ഭാഗത്ത് നിന്ന് തൃശൂർ ഭാഗത്തേക്ക് ചരക്കുമായി വന്ന പിക്കപ്പ് വാനിന്റെ ടയർ പൊട്ടിയാണ് അപകടം. പരിക്കേറ്റ ഡ്രൈവറെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മണ്ണുത്തി പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അഴീക്കോടൻ രാഘവന്റെ രക്തസാക്ഷി ദിനാചരണ പൊതുയോഗം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. നാഷണൽ സർവീസ് സ്കീം ദിനാചരണം വിയൂർ ജില്ലാ ജയിൽ അങ്കണത്തിൽ മന്ത്രി ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്തു. വടക്കാഞ്ചേരി ബോയ്സ് സ്കൂൾ ഗ്രൗണ്ട് നിർമ്മാണം തടയുന്ന കോൺഗ്രസ് നടപടിക്കെതിരെ ഗ്രൗണ്ട് സംരക്ഷണ സമിതി സംഗമം സംഘടിപ്പിച്ചു. തൃശൂർ പുത്തൻപള്ളി ബസലിക്കയിൽ പരിശുദ്ധ വ്യാകുല മാതാവിന്റെ തിരുനാൾ സെപ്റ്റംബർ 27 നടത്തുമെന്ന് വികാരി ഫ്രാൻസിസ് പള്ളിക്കുന്നത്ത്. ഈ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ഇന്നത്തെ പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് ലാലീസ് ഹൈപ്പർ മാർക്കറ്റ്, ലാലീസ് മാൾ, പട്ടിക്കാട് സെന്റർ, തൃശൂർ.